ആയി നിൽക്കുന്നു. വേണ്ടത്ര ചർച്ച പോലുമില്ലാതെ പാർലമെന്റിൽ പാസാക്കിയ നിയമങ്ങൾ അത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇത് ഒരു സമൂഹത്തിനെതിരെ, ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ, ചില പ്രത്യേക പേരുകൾ ഉള്ളവർക്കെതിരെ വിനിയോഗിക്കപ്പെടുന്നതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സമീപകാല സംഭവങ്ങൾ നൽകുന്ന സൂചനകൾ അതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം, പുനരവലോകനം ആവശ്യമില്ലേ? അല്ല, ഇതിൽ ഏത് നിയമവും ഭരണകൂടത്തിന് വേണമെങ്കിൽ എങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും. നിയമം കരുനിയമമാണോ അല്ലെങ്കിൽ നല്ല നിയമമാണോ എന്നുള്ളതല്ല, അത് പ്രയോഗിക്കുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ചിട്ടും നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള ഏത് നിയമം വേണമെങ്കിലും നിങ്ങൾക്ക് തെറ്റായി ഉപയോഗിക്കാം. അപ്പൊ നിയമത്തിനല്ല കുഴപ്പം. ചില നിയമങ്ങൾ കർക്കശമായ നിയമങ്ങൾ വേണ്ടിവരും. പക്ഷെ ഇത് പ്രയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. രാജ്യത്ത് തീവ്രവാദ കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമം വേണമെന്നുള്ളത് അത് ഒരു വളരെ വർഷങ്ങളായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. നേരത്തെ NDA ഗവൺമെന്റ് കാലത്ത് പോട്ട വന്നപ്പോ ആ പോട്ടക്കെതിരായിട്ട് നിലകൊണ്ട കോൺഗ്രസ് തന്നെയാണ് ഇതിപ്പോ പുതിയ നിയമം 2008 പാസ്സാക്കിയത്. കാരണം അന്ന് പോട്ട എതിർത്തിട്ടുള്ള ആളുകൾക്ക് മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ നിയമം വേണമെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ 2008 അവർക്ക് പുതിയ നിയമം കൊണ്ടുവരേണ്ടത്. അതുതന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു നിയമാവലിയുടെയും അവരുടെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്ത് തീവ്രവാദ കേസുകൾ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള കർക്കശമായ നിയമങ്ങൾ വരണമെന്നുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പൊതു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത്തരം നിയമങ്ങൾ ആവശ്യമാണ്. പക്ഷെ നിയമങ്ങൾ പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം. ആ ദുരുപയോഗപ്പെടുത്തുന്നതിനെ അതിജീവിക്കാൻ ആവശ്യമായ സാഹചര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിലെ പോലീസ് സംവിധാനം 100% കുറ്റമറ്റതാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ പല തീവ്രവാദ കേസുകളിലും ആളുകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് സംവിധാനം അനുഭവിക്കേണ്ടി വന്ന വലിയ സമ്മർദ്ദമുണ്ട്. ഒരുപാട് സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടുകൊണ്ടാണ് അവർക്ക് പല കേസുകളും ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ആ സമ്മർദ്ദങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ സമ്മർദ്ദങ്ങളെ കൂടി അതിജീവിക്കാൻ ആവശ്യമായ നിയമപരമായ പരിരക്ഷ അവർക്കുണ്ടാവേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ സംരക്ഷിക്കാൻ ആവശ്യമാണ്. ഒരു കാര്യം കൂടി ഇതിനെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോ വിചാരണ കൂടാതെ ആളുകൾ തടവിൽ കിടക്കുന്നു. നാളെ അവർ കുറ്റക്കാരല്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് പുറത്തു വരുമ്പോൾ അത്രയും കാലം ജയിൽ കിടന്നതിന് ആര് സമാധാനം പറയുമെന്നതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ചോദ്യം. അങ്ങനെ പല കേസുകളുണ്ട്. ഞാനിപ്പോ ഒരു ഉദാഹരണം ചൂണ്ടിക്കാം. ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ കേസ്, കൊലപാതകത്തിന്റെ കേസ്, CPM-ന്റെ പ്രവർത്തകന്മാർ ജയിലിലാണ്. എത്ര മാസമായി ജയിലിലാണ്? ഇപ്പോ അടുത്ത ജൂലൈ മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ആ വിചാരണ പൂർത്തിയാക്കുന്നവരെ അവരൊക്കെ ജയിലിലായിരിക്കാം. നാളെ ഇവരിൽ ഏതെങ്കിലും ഒരാൾക്കാർക്ക് പങ്കില്ല എന്ന് ഒരു കോടതി വിധിച്ചാൽ നിരപരാധികളാണ് അവരും. അപ്പോ ഇത് നമ്മുടെ നിയമ സംവിധാനത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. വിചാരണ തടവുകാരായി ജയിൽ കിടക്കുന്ന ആളുകൾ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കഴിയാതെ വരുമ്പോൾ അവർ നിരപരാധികളാണെന്ന് കണ്ട് കോടതി വിട്ടയച്ചേക്കാം. അതിന്റെ അർത്ഥം അത് നമ്മുടെ നീതിന്യായ സംവിധാനം മുഴുവൻ തെറ്റാണ് എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് വേണ്ട വിധത്തിൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ ദുരുപയോഗം ചെയ്യാവുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം അത് നിയമനിർമ്മാണത്തിലെ പാളിച്ചയാണോ അതോ ഏത് നിയമത്തിലും ഉണ്ടാകാവുന്ന സ്വാഭാവികമായ പഴുതുകളുടെ ഉപയോഗപ്പെടുത്തലാണോ? അല്ല, നിയമനിർമ്മാണത്തിൽ പാളിച്ചകൾ ഉണ്ട്. അത് മനഃപൂർവ്വം വരുത്തിയതാണ് എന്ന് വളരെ വ്യക്തമാണ്. 2008 എന്നത് ഞാൻ കൂടി ഇരുന്ന ഒരു ലോക്സഭയാണ്. ആ ലോക്സഭയിൽ ധാരാളം പല നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്, കരിനിയമങ്ങൾ. ഇപ്പോൾ മുംബൈയിൽ ഫേസ്ബുക്ക് കേസിൽ ആ 2 പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അത് അന്ന് പാസ്സാക്കിയൊരു നിയമമാണ്. അമെൻമെന്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതി. ഇത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ടാഡയും പോട്ടയും ഒക്കെ പോയപ്പോൾ അതിലെ ഡ്രാക്കോണിയൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നൊരു നിയമമാണിത്. അതിൻ്റെയൊക്കെ അവസാനമാണല്ലോ 2008 ഗവൺമെന്റിന്റെ പിന്തുണ തന്നെ ഇടതുപക്ഷം പിൻവലിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ നിയമപ്രകാരമാണ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഈ പീനൽ കോഡ് അനുസരിച്ചുള്ള കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരുന്നതെങ്കിൽ മദനിക്ക് ഇതിനകം ജാമ്യം ലഭിക്കുമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, എക്സ്പ്ലോസീവ്സ് ആക്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് പൗരനെയും അനന്തകാലത്തോളം ജയിലിൽ പാർപ്പിക്കാൻ കഴിയും എന്ന അവസ്ഥ വരുന്നത് അത് അങ്ങേയറ്റം ഖേദകരമാണ്, ദൗർഭാഗ്യകരമാണ്, അപലപിക്കത്തക്കതുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളിലെ കാർക്കശ്യം അത് BJPക്ക് സന്തോഷമുളവാക്കുന്ന നിയമം തന്നെയാണിത്. UPA ആണ് പാസ്സാക്കിയതെങ്കിലും BJP ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു നിയമം തന്നെയായിരുന്നു. ഈ കാർക്കശ്യം പോലും കൊണ്ട് BJPക്ക് തൃപ്തി വന്നിരുന്നില്ല. കുറെ കൂടി കർശന സ്വഭാവത്തിലുള്ള നിയമം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. കാരണം അത് ആർക്കെതിരെയാണ് പ്രയോഗിക്കപ്പെടാൻ പോകുന്നത് എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണത്. ഏതായാലും ഈ അവസ്ഥയിൽ നിയമത്തിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടേതായ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. അതിന് അനുസൃതമായ രീതിയിൽ നിയമത്തിൽ ഇത്തരത്തിലുള്ള ഡ്രാക്കോണിയൻ എലമെന്റ്സ് ഒഴിവാക്കേണ്ടതും കൂടിയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ നിയമം പലരെയും പല കണ്ണിലൂടെയാണോ കാണുന്നത് എന്നൊരു സ്വാഭാവികമായ ചോദ്യവും ഉയരുന്നുണ്ട്. മദനിക്ക് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ രേഖകൾ സഹിതം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചപ്പോൾ പോലും അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ ജാമ്യം കിട്ടുന്നില്ല. വ്യവസ്ഥകൾ, ബാംഗ്ലൂർ വിട്ടു പോകില്ല എന്നതടക്കമുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറായിട്ട് പോലും. പക്ഷേ ISROയുടെ ഗസ്റ്റ് ഹൗസിൽ അനധികൃതമായി കടന്ന ബ്യൂല എസ് സാം എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തിൽ അവർക്ക് ജാമ്യം കിട്ടുന്നു. അവർ ഏകാന്തത അനുഭവിക്കുന്നു. ഭർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണെന്ന് എന്ന ഒരു ഗ്രൗണ്ടിൽ അവർക്ക് ജാമ്യം കിട്ടുന്നു. പക്ഷേ അവരെ പരിശോധിച്ച നിംഹാൻസ് ആശുപത്രിയിൽ അവർക്ക് മാനസികാസ്വാസ്ഥ്യങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തതായി ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കേസിൽ ഇത് രണ്ടും, മദനിക്ക് മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റവും ISRO എന്ന തന്ത്രപ്രധാനമായ സ്ഥലത്തേക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കടന്ന സ്ത്രീയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റവും ഒക്കെ രാജ്യദ്രോഹം തന്നെയാണ്. അവിടെ അവർക്ക് ജാമ്യം കിട്ടുന്നു, മദനിക്ക് കിട്ടുന്നില്ല. ഇവിടെ വ്യക്തികൾ, നിയമത്തിന് മുന്നിൽ വ്യക്തികളുടെ പേരോ അവരുടെ സാഹചര്യമോ ഒക്കെ പരിഗണിക്കപ്പെടുന്നുണ്ടോ? ഈക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ സമത്വം എന്നുള്ളത്, എല്ലാവരും സമന്മാരാണ് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിൽ ചില പേരുകൾ, ചില രൂപങ്ങൾ, ചില പ്രതിച്ഛായകൾ, ഇതൊക്കെയാണ് നമ്മുടെ നിയമത്തെ സ്വാധീനിക്കുന്നത് എന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ മുംബൈയിലെ ഫേസ്ബുക്ക് അറസ്റ്റിൽ പോലും ആ 2 പെൺകുട്ടികളിൽ ഒരാൾ അത് മുസ്ലിം ആണെന്ന് ധരിക്കുന്നത്. ഇവിടെയും അബ്ദുൽ നാസർ മദനി ആ പേര്. എനിക്കുള്ള ആക്ഷേപം ഇതൊന്നുമല്ല. ഏത് കേസും ചാർജ് ചെയ്യാം, ആർക്കെതിരെയും ചാർജ് ചെയ്യാം. ഒന്ന്, നീതിപൂർവകമായ വിചാരണ ദ്രുതഗതിയിൽ നടക്കണം. കസബിന്റെ കാര്യത്തിൽ പോലും 2008 നടന്ന സംഭവം 2012 ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. രാഷ്ട്രപതിയുടെ ദയാഹർജി പോലും കഴിഞ്ഞു, അയാളെ തൂക്കിക്കൊന്നു. ഇവിടെ 27-28 മാസമായി ഒരാൾ മാത്രമല്ല കുറേ പേർ ജയിലിൽ കിടക്കുന്നു. വിചാരണയുടെ പ്രാരംഭഘട്ടം പോലും ആയിട്ടില്ല. അതെന്തുകൊണ്ട് വേഗതയിലാക്കിക്കൂടാ? കോടതിക്ക്, ഹൈക്കോടതിക്കായാലും സുപ്രീം കോടതിക്കായാലും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകാമായിരുന്നു. സർവോപരി എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ജാമ്യം നൽകുന്നില്ല എന്നതിൻ്റെ കാരണം വ്യക്തമാക്കാൻ കഴിയാത്ത ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും അവർ ന്യായത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ബ്യൂലയുടെ കേസും മദനിയുടെ കേസും തമ്മിലുള്ള ആ താരതമ്യത്തിലേക്ക് കൂടി താങ്കളുടെ അഭിപ്രായം ഉണ്ടാകണം. തീർച്ചയായും ഇവിടെ നിയമം കൃത്യമായും ശരിയായ രീതിയിലുമാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കോടതികൾക്കുണ്ട്, അന്വേഷണ സംവിധാനങ്ങൾക്കുണ്ട്, ഭരണകൂടങ്ങൾക്കുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നില്ല. പക്ഷെ അതിലുപരി നാം കാണേണ്ടുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ചിലർ പലപ്പോഴും പറയുന്ന ലളിത യുക്തിയാണ് നിയമങ്ങൾക്കല്ല കുഴപ്പം, നിയമം പ്രയോഗിക്കുന്നതിലാണ് കുഴപ്പം എന്നുള്ളത്. വാസ്തവത്തിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു സമവാക്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ചില നിയമങ്ങൾക്ക് തന്നെ കുഴപ്പമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണം, ടാഡയും പോട്ടയും ഈ പറഞ്ഞ 2008 തീവ്രവാദ വിരുദ്ധ നിയമവും ഒക്കെ തന്നെ ചില അടിസ്ഥാനപരമായ ജനാധിപത്യ തത്വങ്ങളെ നിഷേധിക്കുന്നവയാണ്. ഒന്ന്, ജാമ്യം ലഭിക്കണമെങ്കിൽ ജാമ്യം നിയമമല്ല, ഇല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എതിർത്ത് കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കരുത് എന്നുള്ള നിയമവ്യവസ്ഥ ഈ രീതിയിലുള്ള ടാഡ അടക്കമുള്ള നിയമങ്ങളിൽ കാണാം. നിരപരാധിത്വം, പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് പ്രതിയാണ്, അല്ലാതെ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ അല്ല എന്നുള്ള രീതിയിലുള്ള വ്യവസ്ഥ കാണാം. ടാഡയിൽ മറ്റൊരു വ്യവസ്ഥ, നേരിട്ട് അപ്പീൽ കൊടുക്കേണ്ടത് സുപ്രീം കോടതിയിൽ മാത്രമാണ് എന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള കരിനിയമങ്ങൾ ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ നിയമത്തിന്റെ ദുരുപയോഗമല്ല നടക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ ഓരോ ഉപയോഗവും ദുരുപയോഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു കരിനിയമത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പോലും തെറ്റാണ്. ഒരു കരിനിയമം ഉപയോഗിക്കപ്പെടുകയല്ല, ദുരുപയോഗിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരാൾക്ക് ഭർത്താവിനോടൊത്ത് താമസിക്കണം, ഏകാന്തത അവർക്ക് നല്ലതല്ല എന്ന കാരണത്തിൽ ജാമ്യം കിട്ടുന്നു. മറ്റൊരാളുടെ കാഴ്ചയില്ലാത്ത അവസ്ഥയും രോഗം അസഹനീയമായ രീതിയിൽ അദ്ദേഹത്തെ ശല്യം ചെയ്യുന്ന അവസ്ഥയും കാണാതെ പോകുന്നു നമ്മുടെ നീതിന്യായ സംവിധാനം. തീർച്ചയായും ശ്രീ വിനു പറഞ്ഞ സാഹചര്യത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും അതിനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുവാനുള്ള അവസരം
കൂടുതൽ ഉണ്ടാവുകയാണ്. നേരെ മറിച്ച് ജാമ്യാധിഷ്ഠിതമായ ഒരു നിയമത്തിൽ ഇത്തരത്തിൽ ജാമ്യ നിഷേധം എളുപ്പമായിരിക്കില്ല. പക്ഷെ പലപ്പോഴും ഡ്രാക്കോണിയൻ ആയിട്ടുള്ള ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ വിധത്തിലുള്ള നിയമങ്ങൾ ഒരു തുടർക്കഥയാകുമ്പോൾ ഈ രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള പരിഗണനകളും പ്രയോഗവും ഈ രാജ്യത്ത് തുടർക്കഥയായി മാറുന്നു. അത് വാസ്തവത്തിൽ മറ്റൊരു നീതി നിഷേധത്തിന്റെ തലത്തിലേക്ക് ആണ് കാര്യങ്ങളെ മാറ്റി തീർക്കുന്നത്. നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ എം ജി രമേശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവറിൽ ഇടവേള.